കേരളത്തിലെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയ നരേന്ദ്രമോദിയുടെ വരവും തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളുമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. ദേശീയപാതയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, അതായത് 2 റീച്ചുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായിരുന്നു പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ തരത്തിലെ ചർച്ചയായി മാറുകയാണ്. വെറും ചർച്ചയല്ല, രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിക്കാതിരുന്നതാണ് ഏറ്റവും വലിയ വിവാദ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള, അദ്ദേഹത്തിൻ്റെ ജില്ലയിലൂടെ കടന്നു പോകുന്ന കോഴിക്കോടുള്ള ദേശീയപാതയുടെ ഒരു റീച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ നിന്നും മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി. അതിന് പലതരത്തിലുള്ള വാദഗതികളാണ് BJP നേതാക്കന്മാരും ഒപ്പം കേന്ദ്ര മന്ത്രിമാരുമൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പരാമർശമാണ് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി മാറുന്നത്. അദ്ദേഹം പറഞ്ഞത് മരുമകനെ ക്ഷണിക്കണമോ എന്നുള്ള വാക്കുകളാണ്. അതിനപ്പുറത്തേക്ക് കേരളം ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തു കൊടുത്തത് ഇടതു സർക്കാരാണെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വാദം. ഒരുപക്ഷെ ശരിയാണ്. 2014 ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് അന്ന് കേരളത്തിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ചും ഭൂമി ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി. ഭൂമി ഏറ്റെടുക്കുന്നതിന് സാമ്പത്തികമായ സഹായം പോലും നൽകുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. മാത്രവുമല്ല, 5500 കോടി രൂപയോളം ചിലവാക്കിയാണ് ഭൂമി ഏറ്റെടുത്തു കൊടുത്തത്. മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ ഭൂമി ഏറ്റെടുത്തിരുന്നത് ദേശീയപാത അതോറിറ്റിയായിരുന്നു. കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയായി മാറപ്പെടുകയും ചെയ്തു. അന്ന് അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയെങ്കിൽ തന്നെയും ഇപ്പോൾ ആ വിവാദം വീണ്ടും ശക്തിപ്പെടുകയാണ്. അതായത് ദേശീയപാത വികസനത്തിന് 5500 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ ചെലവിട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അതിനും അപ്പുറത്തേക്ക് BJP നേതാക്കന്മാർ നടത്തിയ പരാമർശങ്ങളും. എന്തായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്ഥാനം പിടിക്കുവാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞു. സമാന്തരമായ റോഡ് ഉദ്ഘാടനത്തിലൂടെയും റോഡ് ഷോ നടത്തിയുമൊക്കെ അവരും സ്ഥാനം പിടിച്ചു, പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്കിടയിൽ. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ദേശീയപാതയുടെ ഉദ്ഘാടനവും ഇതുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറാം. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 2 പ്രാവശ്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലെത്തിയതിനു ശേഷം നടത്തിയ പ്രസ്താവനകളിലൂടെ നിന്ന് കണ്ണോടിച്ചാൽ ഒരു വിധത്തിലുള്ള കേരള വികസനത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. പ്രധാനമായും സർക്കാർ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ആ പദ്ധതികളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അല്ലാതെ കേരളം കാത്തിരുന്ന, കേരളം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പദ്ധതിയെക്കുറിച്ചോ ഇതുവരെയായും നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 പ്രാവശ്യത്തെയും വരവിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒന്നും നടത്തിയില്ല. രണ്ടാമത് കൊച്ചിയിലേക്ക്, അതും NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത്. അവിടെയും വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഉണ്ടായില്ല. പകരം ചില രാഷ്ട്രീയ വിവാദങ്ങൾ മാത്രമായിരുന്നു. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ, ഈ ചർച്ചകൾ വലിയ തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് LDF സർക്കാർ ആലോചിക്കുന്നത്. മാത്രവുമല്ല CPM തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ എടുത്തു പറയപ്പെടുകയാണ് പല ഭാഗങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പരിപാടികളിൽ. പക്ഷേ അതിനെയൊക്കെ വലിയ തരത്തിൽ താഴ്ത്തിക്കാണിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടായിരുന്നു ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്.